ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ നിങ്ങളുടെ ലവ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ റെസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ആൻഡ് ഇത് ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഒരു മേജർ ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ സംഭവിക്കാൻ പോവുകയാണ്. ഓൾറെഡി നിങ്ങളിപ്പോ റിലേഷൻഷിപ്പിൽ ഉള്ളവരായിരിക്കാം, ബ്രേക്കപ്പിലുള്ളവരായിരിക്കാം, ഓർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും, ഈവൻ സിംഗിൾ ആയിട്ടുള്ള ആളുകളും ആയിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നത്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളടുത്ത് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ത് കാര്യമാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, ആ ഒരു കാര്യത്തെ എടുത്തു കളയുക. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹത്തെ ചേസ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാചിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് ആരോടെങ്കിലും ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി അവരോട് തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ലൈഫിലേക്ക് എന്ത് നല്ല മാറ്റം വരുന്ന സമയത്തും നമുക്കത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വരുന്ന നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. സിറ്റുവേഷൻസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ടിരിക്കുക, റഷ് ചെയ്ത് പോവാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നല്ല, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. ആഗ്രഹിച്ച ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് ആയിരിക്കാം, ലോങ് കമ്മിറ്റ്മെന്റ് ആയിരിക്കാം, നഷ്ടപ്പെട്ട ആളുടെ കൂടെയുള്ള ഒരു ട്രാവലിംഗ് ആയിരിക്കാം, ഓർ അവരുടെ കൂടെയുള്ള ഒരു ഹാപ്പി മൊമെന്റ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ച വ്യക്തിയുടെ കൂടെ ഉള്ള ഒരു മീറ്റപ്പ്, അതായത് ആഗ്രഹിച്ച വ്യക്തിയെ മീറ്റ് ചെയ്യാനായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻറ്റ് ഉണ്ടായിരിക്കാം. അതൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരികയാണ്. അതായത് മുന്നേ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് വളരെ എന്താ പറയുക, ഈഗോയൊക്കെ ആയിരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വളരെ ഈഗോ ഉണ്ടായിരിക്കാം. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, ഒരാൾ സമ്മതിക്കുന്നത് മറ്റൊരാൾ സമ്മതിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അതൊക്കെ മാറിയിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകാൻ പോവുകയാണ്. അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ റീകണക്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. റിയൂണിയൻ ആണ്. ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളവർ ഒന്നിക്കുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റിലുള്ളവർ ഒന്നിക്കുന്നതായിരിക്കാം. അതിനുള്ള ചാൻസ് കൂടിയുണ്ട്. രണ്ടുപേരും ഒരേപോലെ ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ടോക്സിക് ഒക്കെ മാറി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ചിലരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളുടെ ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഓക്കെ, ഒരേ ലെവലിൽ ഒരേ പാത്തിൽ പോവാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേർക്കും ഒരു സ്പേസ് നിങ്ങൾ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, മനസ്സിലാക്കുക. സിംഗിൾസ് ആണ് നിങ്ങളെങ്കിൽ ഹൈ ലെവലിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളിലേക്ക് വരാൻ പോകുകയാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഒരേ സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയുള്ള ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞു പോയതായിരിക്കാം, അത് നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെയൊക്കെ ഹീൽ ചെയ്യുക. കാരണം ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഹീൽ ചെയ്ത് തന്നെ പോകണം. അത് അവിടെ തന്നെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് അതാണ്. നമ്മൾ എന്താണോ അട്രാക്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരിക. നിങ്ങളെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തി എപ്പോഴും ഹേർട്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതാണ് അട്രാക്ട് ആവുന്നത്. സോ ഈ വരുന്ന മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ തന്നെയാകും. ഒരു ഹേർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് മാറും. അത് ഈഗോയൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് മാറും. അതുകൊണ്ട് ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു പോവുക. ചിലരെങ്കിലും ഇപ്പൊ ഗീവ് അപ്പ് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടാകാം.
അതായത് ഇതിപ്പോ വർക്ക് ആകില്ല, ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ബാക്ക് ആയിട്ട് വന്നിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ ഡിവൈൻ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബോധോദയം ഉണ്ടാവും. അതായത് ഞാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. നിങ്ങൾ ഗീവ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്കൊരു വീണ്ടും വിചാരം വരിക, അശോ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊരു വീണ്ടും വിചാരം നിങ്ങൾക്ക് വന്നേക്കാം. ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. പിന്നെ സിംഗിൾസ് ആയിട്ട് ഇരിക്കുന്നവർ, അതായത് ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, ചേഞ്ചസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം, നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം. അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അത് നിങ്ങളോട് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആണ്, യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു മെസ്സേജ് ആണ്. ഓക്കെ, അത് മാത്രമല്ല, റീയൂണിയൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് റൊമാൻറ്റിക് ലവ് ലൈഫാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ പോകുന്നത്. റീയൂണിയൻ മാത്രമല്ല, റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ പാത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഒരു സ്ട്രോങ് റൊമാൻറ്റിക് ലവ് ലൈഫ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ. ഓക്കെ, ഇതിൽ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു സ്നേഹബന്ധം കിട്ടാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചു വിളിക്കാൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതൊക്കെ ഇവിടെ സക്സസ് ആവുകയാണ്. നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരികയാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് നിങ്ങളെല്ലാം കണ്ടറിയും. നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനൊരു ചേഞ്ച് നടക്കുന്നുണ്ട്, ഇതുകൊണ്ടാണ് ചേഞ്ച് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഇതിനു മുന്നേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം. അനാവശ്യമായിട്ടുള്ള സെന്റിമെന്റൽ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. ഒരു ഈഗോ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഈഗോ, ഇതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുക. അതായത് നിങ്ങൾ കഴിഞ്ഞു പോയത് അവിടെ തന്നെ വിടുക. അത് പിന്നെയും ഇങ്ങനെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. പിന്നെ അവരെ ചേസ് ചെയ്ത് പോവാതിരിക്കുക, അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.